ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യൂജൻ അഗ്രോ ഗാർഡൻ വൈറ്റ്ലയിലുള്ള ഔട്ട്ലെറ്റിനെ കുറിച്ചാണ്. മെട്രോ പില്ലർ നോക്കുവാണെങ്കിൽ 841ൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഈ ഒരു ഔട്ട്ലെറ്റിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ബാൽക്കണി ഗാർഡൻ അവർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് വർക്ക്സ് എടുത്ത് ചെയ്യുന്നുണ്ട്, വില്ലാസിന് വേണ്ടിയിട്ടും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള. അതുമാത്രമല്ല അഫോർഡബിൾ പ്രൈസാണ് പ്ലാന്റ്സിനാണെങ്കിലും പോട്ട്സിനാണെങ്കിലും. എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. യുജിന് തന്നെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അത്താണിയിലുള്ള ഔട്ട്ലെറ്റാണ് കൂടുതലും പ്ലാന്റ്സ് കാണാൻ സാധിക്കുന്ന. ഈ കാണുന്ന കലാഞ്ചോ പ്ലാന്റാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല ഫ്ലഷി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഈ കാണുന്നത് വേരിഗേറ്റഡ് ജെയ്ഡാണ്. ഈ കാണുന്ന വൈറ്റ് കളറിൽ അതിൻ്റെ ഫ്ലവർ അല്ല, അതിൻ്റെ ലീവ്സ് തന്നെ വേരിഗേറ്റഡ് ആയിട്ട് ഒരു ഓഫ് വൈറ്റ് ക്രീം കളറിൽ കാണുന്ന വേരിഗേഷൻസാണ്. പക്ഷേ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പ്ലാന്റ് ഞാൻ അധികം ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. ഈ കാണുന്നത് പോയിൻസെറ്റിയ പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയാം, ക്രിസ്മസിൻ്റെ ആ ഒരു സമയം ഡിസംബർ മാസങ്ങളിലാണ് കൂടുതലായിട്ട് ഈ പ്ലാന്റ്സ് നഴ്സറിയിൽ അവൈലബിൾ ആയിട്ട് കാണുന്നത്. ഇപ്പോൾ മിക്ക നഴ്സറികളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴോട്ടുള്ള ലീവ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. മുകൾ ഭാഗത്ത് വരുന്ന ലീവ്സൊക്കെ തന്നെയാണ് ഈ ഒരു റെഡ് കളറിൽ വരുന്നത്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് കലാത്തിയ ലാൻസിഫോളിയ. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും വളർത്താൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പേര് സാമിയ കുൽക്ക സെമിഫോളിയോ CC പ്ലാന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വന്നിട്ട് ഫിറ്റോണിയ അല്ലെങ്കിൽ നെർവ് പ്ലാന്റ് ആണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെറിയ പോട്ട്സിൽ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് അലോക്കേഷ്യ മിനിയേച്ചർ ടൈപ്പാണ്. ഒരുപാട് പൊക്കം വെക്കത്തില്ല, അതുപോലെ ലീവ്സിൻ്റെ വലുപ്പവും വളരെ വലുതായിട്ട് വരില്ല. ഈ ഒരു പ്ലാന്റ് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വേറൊരു ഷെയ്ഡാണ്. നമ്മൾ സാധാരണ കാണുന്ന ഗ്രീൻ കളറിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് പെപ്രോമിയ കെപ്രേറ്റ എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകതയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കലാത്തിയുടെ ബ്ലാക്ക് ലിപ്സ്റ്റിക് പ്ലാന്റാണ്. ലീവ്സൊക്കെ നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ ലീവ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഡിസൈൻസ്, റോസ് കളറിലൊരു ഡിസൈൻ ഉണ്ട്. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ എടുത്ത് കാണിക്കുന്നത്. ഇത് അധികം വെയിലില്ലാത്ത ഷെയ്ഡ് ഏരിയയിൽ നല്ലപോലെ വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേര് അഗ്ലോണിമ റെഡ് അല്ലെങ്കിൽ പിങ്ക്. ഇതും ഷെയ്ഡ് ഏരിയയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. ഇത് പെപ്രോമിയ റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത, നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഈ കാണുന്ന പ്ലാന്റാണ് പീസ് ലില്ലി എന്നറിയപ്പെടുന്നത്. ഇതിൽ നല്ലൊരു വൈറ്റ് കളർ ഫ്ലവറൊക്കെ വരുന്നതാണ്. നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടെയാണ്. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര റേറ്റ് ആണെന്നൊക്കെ വിചാരിച്ചാണ് ചെന്നത്. പക്ഷേ 50 രൂപ തുടങ്ങി 50 റുപ്പീസ് തുടങ്ങിയുള്ള പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് പ്ലാന്റ്സും പോട്ട്സും ഒക്കെ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത്, അതുപോലെ ഷെയ്ഡ് ഏരിയയിൽ വെച്ച് കഴിഞ്ഞാലാണ് ഈ ഒരു പ്ലാന്റ് വളരെ മനോഹരമായിട്ട് വളർന്നു വരുന്നത് കാണുന്നത്. ഇതിൻ്റെ പേരാണ് കലാത്തിയ റോസി പിക്റ്റ എന്നുള്ളത്. ഇത് ഡബിൾ ഷെയ്ഡിലാണ് ഈ ഒരു ലീഫ്. താഴത്തെ സൈഡ് വന്നിട്ട് മെറൂൺ കളറാണ് വരുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണ് ഫേൺ ട്രീ. അതുപോലെ തന്നെ ഇത് വളരെ ബുഷി ആയിട്ട് വളർന്നു വരുന്നതാണ്. വർഷങ്ങളോളം നിൽക്കുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. ഈ ഒരു ഔട്ട്ലെറ്റിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും
ഫങ്ഷൻസോ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അരേക്ക. അപ്പം വളരെ റീസണബിൾ റേറ്റാണ് ഇവിടെ കാണാൻ സാധിച്ചത്. നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്ന വലിയ പ്ലാന്റാണിത്. ഇത് സാധാരണ നഴ്സറിയിൽ അത്ര എങ്ങോട്ട് കാണാറില്ല. ഈ കാണുന്ന പ്ലാന്റാണ് പെപ്രോമിയ വേരിഗേറ്റഡ് ആയിട്ടുള്ളത്. പെപ്രോമിയയുടെ സാധനം നമ്മൾ കാണാറുള്ളതാണ്, ഇതുപോലെ ഗ്രീൻ ലീവ്സ് മാത്രമായിട്ടുള്ളത്. ഇതിൽ വേരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇത് ക്രിപ്താന്തസ് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ നല്ല പോലെ വളർന്നു വരുന്നതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് നേരം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സൊക്കെ കരിഞ്ഞു പോകുന്നത് കാണാം, അതിൻ്റെ കളറും നഷ്ടപ്പെടുന്നത് കാണാം. പെഡലാന്തസ് പോലുള്ളതും ഫേൺസ്, മണി പ്ലാന്റ്സ് ഒക്കെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് കറക്റ്റായിട്ട് പറയുന്ന 3 പേർക്ക് നമ്മൾ പെറ്റൂണിയ സീഡ്സ് കൊടുക്കുന്നുണ്ട്. ഈ വരുന്ന ഡിസംബർ 20 മുമ്പായിട്ട് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കാണ് ഈ സമ്മാനം കൊടുക്കുന്നത്. ഈ കാണുന്നത് വേരിഗേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഐവി പ്ലാന്റ് ആണ്. വളരെ മനോഹരമാണ്. ഇതൊരുപാട് ബുഷിയായിട്ട് വളർന്നു വരുന്ന കാണുമ്പം. അതുപോലെ തന്നെ ഈ കാണുന്നത് ജെയ്ഡാണ്. ജെയ്ഡ് വന്നിട്ട് നല്ല വലുപ്പമുണ്ട്. ഇതൊരു മദർ പ്ലാന്റും കൂടിയാണ്. അതുപോലെ തന്നെ കോളീസിൻ്റെ ഒരുപാട് വെറൈറ്റീസിലുള്ളത് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് അഗ്ലോണിമ റെഡ് അല്ലെങ്കിൽ പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് കാണാൻ സാധിക്കും. ഇത് ഫൈക്കസിൻ്റെ വേരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് സിങ്കോണിയം ചെറിയ പോട്ടിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് സെൻസേവേരിയ സിൽവർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഡൈഫൻബെക്കിയ. വളരെ മനോഹരമായിട്ടുള്ള ലീവ്സാണ്. അതുപോലെ തന്നെ ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. ഇവിടെ ബൊഗെയിൻവില്ലയുടെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണാൻ സാധിക്കും. പല കളേഴ്സിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ചെറിയ തൈകൾ തുടങ്ങിയുള്ളത് ഇവിടെ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ മണി പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള നിയോൺ പോത്തോസ് ആണെങ്കിൽ സാറ്റിൻ പോത്തോസ് എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ളത് നമുക്ക് ചെറിയ ബഡ്ജറ്റിലുള്ളത് പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല. ഇത് എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്, വൈറ്റ്ലയിൽ തന്നെയാണ്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇവിടെ ഈ ഒരു ഔട്ട്ലെറ്റിൽ. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കുക. ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ കൊറിയർ ഫെസിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാം. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ആസ്പെരാഗസ് പ്ലാന്റ്. ഇത് വന്നിട്ട് ഫേൺ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീവ്സ് തന്നെ പല ഷെയ്ഡിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് സെൻസവേരിയ സിലിണ്ട്രിക്ക എന്നാണ്. ഒരു സിലിണ്ടർ ഷേപ്പിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ആ ലീവ്സൊക്കെ തൊട്ട് നോക്കുമ്പം നല്ല കട്ടിയുള്ളൊരു ലീവ്സാണ്. ഇത് ചൈനീസ് മണി പ്ലാന്റ്. ഇതിൻ്റെ ലീവ്സിലൊക്കെ ഇപ്പം അവർ ഫംഗിസൈഡ് സ്പ്രേ ചെയ്തത് കാരണം വൈറ്റ് പാച്ചസ് കാണാം. അപ്പം അതൊക്കെ നമുക്ക് തുടച്ചു കഴിഞ്ഞാൽ നീം ഓയിൽ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ പ്ലാന്റ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നത് ഫൈക്കസ് ബോൺസായി പ്ലാന്റ്സ് ആണ്. ഇത് ശരിക്കും ഇപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ഷേപ്പിൽ കൊണ്ടുവന്ന് ലൈവായിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ഇപ്പം നഴ്സറിയിൽ അവൈലബിൾ ആണ്. നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റും കൂടെ. നമ്മൾ ഏത് ഷേപ്പിൽ വെക്കുന്നോ ആ ഒരു ഷേപ്പിൽ തന്നെ വളർന്നു വരും. ഈ കാണുന്നത് അരേലിയ പ്ലാന്റ് ആണ്. ഇതും ഇതുപോലെ നമുക്ക് നല്ലൊരു ഷേപ്പിൽ വളർത്തി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇനിയും ഇൻഡോറിൽ വെക്കാൻ പാകത്തിനുള്ള നല്ല മനോഹരമായിട്ടുള്ള പോട്ട്സ് കാണാം. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ കൂടുതലായിട്ട് സെറാമിക് പോട്ട്സ് അതുപോലെ ഫൈബർ പോട്ട്സ് ഒക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവർ ഇൻഡോറിലും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് രേഖപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.